ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. നമ്മള് സെമിനാർ പറഞ്ഞിരിക്കുന്ന ചാപ്റ്റർ യൂണിറ്റ് 8 നീഡ്സ് ആയിരുന്നു. ഓർമ്മയുണ്ടോ? Yes, ma'am. Yes, ma'am. പ്രിപ്പയർഡ് ആണോ? Yes, ma'am. ഓക്കെ, നമുക്ക് ആദ്യം അഫെക്ഷൻ എന്താണെന്ന് പ്രസീതയിലൂടെ അറിയാം. അല്ലേ? പ്രസീത അല്ലേ? Yes, ma'am. മിസ്സേ, സുബിനത്തെ പറഞ്ഞ ടോപ്പിക് ഒന്ന് എടുക്കാൻ ആള് ഹോസ്പിറ്റൽ കേസ് എന്തായിട്ട് പോയിരിക്കാണ്. അപ്പൊ ഇന്ന് പറ്റില്ല എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാന്ന് പറഞ്ഞു. കുഴപ്പമില്ല. ദിവ്യ ഉണ്ടോ? നോക്കാം. പ്രസീത പറഞ്ഞു. ആണോ? കുഴപ്പമില്ല. കുഴപ്പമില്ല, ഞാൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അഫെക്ഷൻ എടുത്തോട്ടെ പ്രസീത. Sir. Good afternoon, ma'am. Good afternoon, dear friends. ഞാൻ പ്രസീത. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് അഫെക്ഷൻ ആണ്. എല്ലാവർക്കും അഫെക്ഷൻ എന്താണെന്ന് നന്നായിട്ട് അറിയാം. എങ്കിലും അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടും അതിൻ്റെ കുറച്ചും കൂടി ഡീപ്പായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അഫെക്ഷൻ അതൊരു ആ ഫീലിംഗ് ഇറ്റ്സെൽഫ് അതൊരു നല്ലൊരു ജെന്റിൽ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയതുകൊണ്ട് നമുക്കത് ഭയങ്കര ഒരു സെമിനാർ ടോപ്പിക് പോലെ അങ്ങനെ ഭയങ്കരമായിട്ട് പറയാൻ പറ്റില്ല. അത് പറയുമ്പോഴും നമുക്ക് അഫെക്ഷനോടുകൂടി മാത്രമേ അത് നമുക്ക് ഷെയർ ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ ഐ വെൽക്കം യു ഓൾ. അഫെക്ഷൻ എന്നുള്ളതിൻ്റെ ചെറിയൊരു ഡെഫിനിഷൻ പോലെ പറയുകയാണെങ്കിൽ അഫെക്ഷൻ ഇസ് എ ഫീലിംഗ് ഓഫ് ഫോണ്ട്നെസ്, ടെൻഡർനെസ് or attachment towards someone or something. അഫെക്ഷൻ എന്ന് ജനറലി പറയുകയാണെങ്കിൽ അതൊരു ഇഷ്ടമാണ്, ആർദ്രതയാണ്, ഊഷ്മളതയാണ്. മറ്റൊരാളോട് നമുക്ക് ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ഒരു സാധനത്തിനോടാവാം, എന്തിനോട് വേണമെങ്കിലും ആവാം, നമുക്ക് തോന്നുന്ന ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ അതിനോടുള്ള ഒരു ഡീപ്പ് ഇമോഷൻ, അതാണ് അഫെക്ഷൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് സത്യത്തിൽ ഒരു പോസിറ്റീവ് ഇമോഷനാണ്. പോസിറ്റീവ് ഇമോഷൻ എന്ന് പറയുമ്പോൾ ഇമോഷൻസ് തന്നെ നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട്. ഇതിപ്പോൾ നമ്മളുടെ ബോഡിയിലും അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്കും നമുക്കും നല്ലത് ചെയ്യുന്നത് കൊണ്ട് ഇതൊരു പോസിറ്റീവ് ഇമോഷൻ ആണെന്ന് തന്നെ പറയണം. ആങ്കർ അതേസമയം നെഗറ്റീവാണ്. പക്ഷെ നമ്മളുടെ അഫെക്ഷൻ പോലുള്ള ഈ സ്നേഹം, ഇഷ്ടം, അത് അങ്ങനത്തെ ഒരു കാര്യം നമുക്കും സൊസൈറ്റിക്കും നമുക്ക് ചുറ്റുമുള്ളവർക്കും ഒരു ഉപകാരപ്പെടുന്ന ഒരു ഫീലിംഗ് ആയതുകൊണ്ട് അഫെക്ഷൻ ഒരു പോസിറ്റീവ് ഇമോഷനാണ്. നമ്മൾക്ക് എങ്ങനെയൊക്കെ അഫെക്ഷൻ എക്സ്പ്രസ് ചെയ്യാം മറ്റൊരാളോട്? എങ്ങനെയൊക്കെ എക്സ്പ്രസ് ചെയ്യാറുണ്ട് നമ്മൾ? ഒരാളോട് ഇഷ്ടം ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അഫെക്ഷൻ പറയും? ഹഗ് ചെയ്തിട്ട്, ഇല്ലെങ്കിൽ കൂടുതൽ ടൈം ആളുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ട്, പിന്നെ നമ്മളുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടൊക്കെ നമുക്ക് അഫെക്ഷൻ ഷോ ചെയ്യാം. അതെ നമുക്ക് നമ്മൾ ഇമോഷൻ എന്നുള്ള ഫീലിങ്സ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാണ് ത്രൂ അവർ ആക്ഷൻസ്, അവർ വേർഡ്സ്, പിന്നെ ഹഗ്ഗിങ്ങിലൂടെ, കിസ്സിങ്ങിലൂടെ, സേയിങ് ഐ ലവ് യു, അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞിട്ട് ഒരാളോട് നമ്മളുടെ ഉള്ളിലുള്ള ആ ഇന്നർ അഫെക്ഷൻ, ആ വ്യക്തിയോടുള്ള അഫെക്ഷൻ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി കഴിയും. ശരിക്കും അഫെക്ഷനൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്ത് തന്നെ ചെയ്യണം. ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് അതിന് പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല. അപ്പം നമ്മളത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മൾക്കും പോസിറ്റീവ് ഇമോഷനാണ്, അത് കിട്ടുന്ന ഒരാൾക്കും ഒരു പോസിറ്റീവ് ഇമോഷനാണ് ഉണ്ടാവുന്നത്. അപ്പോൾ മ്യൂച്വൽ ആയിട്ടുള്ളൊരു നല്ലൊരു ബോണ്ടിങ്ങിനും ആ ഒരു ടുഗദർനെസ്സിനും ആ ഒരു റിലേഷൻ സ്ട്രെങ്തൻ ചെയ്യുന്നതിനൊക്കെ ഈ അഫെക്ഷൻ എന്നുള്ള ഫീലിംഗ്, ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് വഴി നമുക്ക് കഴിയും. അപ്പോൾ ഇങ്ങനെയൊക്കെ എക്സ്പ്രസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അഫെക്ഷൻ നമുക്ക് ആരോടൊക്കെ തോന്നാം? നമുക്ക് അഫെക്ഷൻ നമുക്ക് നമ്മുടെ ആരോടൊക്കെ നമുക്ക് അഫെക്ഷൻ തോന്നാറുണ്ട് പൊതുവെ? നമ്മളോട് അച്ഛൻ, അമ്മ, അതെ നമ്മൾ അതെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഹസ്ബൻഡ്, നമ്മുടെ കുട്ടികളോട്, അതെ നമുക്ക് അഫെക്ഷൻ സിബ്ലിങ്സിനോട്, ചിലപ്പോൾ ഏതെങ്കിലും ഒബ്ജക്റ്റിനോടും നമുക്ക് വല്ലാത്തൊരു അഫെക്ഷനൊക്കെ തോന്നാറുണ്ട്. ഒരു വ്യക്തിയോട് തന്നെ അഫെക്ഷൻ ആയിക്കൊള്ളണമെന്നില്ല. നമുക്ക് ചിലപ്പോൾ ഒരു ഒബ്ജക്റ്റിനോടും ഭയങ്കര ഒരു ഇന്നർ ബോണ്ടിങ് ഒക്കെ ഉണ്ടാവും, അഫെക്ഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ അഫെക്ഷൻ നമുക്ക് ഫാമിലി മെമ്പേഴ്സിനോടാവാം, ഫ്രണ്ട്സിനോടാവാം, പെറ്റ്സിനോടാവാം, ഒരു റൊമാൻറ്റിക് പാർട്ട്ണറിനോടാവാം, അല്ലെങ്കിൽ ഈവൻ വിത്ത് ദ ഒബ്ജക്ട്സ്. അങ്ങനെയൊക്കെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാറ്. അവരുമായിട്ടൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യാറ് ഈ ഒരു ഇമോഷൻ. ഇത് ഒരു വാം ആൻഡ് നർച്ചറിങ് ഇമോഷനാണ്. വളരെ ഊഷ്മളാണ്, ജെന്റിലായിട്ടുള്ളൊരു ഇമോഷനാണ്. പിന്നെ നർച്ചറിങ് കൂടിയാണ്, മറ്റുള്ളവരെ കെയർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഇമോഷനാണിത്. പിന്നെ അത് ചെയ്യുന്നത് കൊണ്ട് എന്താണ് യൂസ് എന്ന് വെച്ചാൽ ഇറ്റ് ബ്രിങ്സ് പീപ്പിൾ ക്ലോസർ
ടുഗെദർ. ആളുകളെ തമ്മിൽ അടുപ്പിച്ച് നല്ലൊരു ടീമായിട്ട് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കൂട്ടായിട്ട് വർക്ക് ചെയ്യാനോ ആ ഒരു ടീം അല്ലെങ്കിൽ ആ ഒരു പേഴ്സണൽ ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ അഫെക്ഷൻ എന്നുള്ള ഇമോഷൻ കൊണ്ട് നമുക്ക് കഴിയും. പിന്നെ ആ ഒരു റിലേഷൻ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് കഴിയും. പിന്നെ ഈ ലവും അഫെക്ഷനും ഒന്നാണോ? ചിന്തിച്ചിട്ടുണ്ടോ? ഈ ലവും അഫെക്ഷനും ഒന്നാണോ? ആണോ? ആണോ? അല്ല. അല്ല. ലവ് എന്ന് പറയുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ലവും അഫെക്ഷനും ഏകദേശം സിമിലർ ആണെങ്കിലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ലവ് ഭയങ്കര സ്ട്രോങ് ആൻഡ് ഡീപ്പ് അഫെക്ഷൻ ആണ്. പക്ഷെ അഫെക്ഷൻ എന്ന് പറയുമ്പോൾ അതൊരു ജെന്റിൽ ഫീലിംഗ് ആണ്. അതൊരു ഇഷ്ടമാണ്, അതൊരു ഫോൺനെസ് ആണ്, അത് മൈൽഡ് ആണ്, അത് കെയറിങ് ഓർ ലൈക്കിങ് അതേഴ്സ്. പക്ഷെ ലവ് എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി നല്ല ഒരു ഡീപ്പ് ഇമോഷൻ ആണ്. പിന്നെ ലവ് കമ്പാരിറ്റീവ്ലി സ്ട്രോങ്ങർ ആണ്. പിന്നെ അതൊരു റൊമാൻറ്റിക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പേഴ്സണോട് തോന്നുന്ന ഒരു ഫീലിംഗ് ആയിട്ട് നമുക്ക് ലവിനെ പറയാം. അഫെക്ഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു റൊമാൻറ്റിക് ഫീലിങ്സ് അല്ല ഇവിടെ വരുന്നത്. ആ ഒരു പേഴ്സണോടുള്ള ഒരു ലൈക്ക് അല്ലെങ്കിൽ ഒരു ഫോൺനെസ്, അതൊരു ജെന്റിൽ ആയിട്ടുള്ള ഇമോഷനും കൂടിയിട്ടാണ്. അപ്പോൾ അതാണ് ലവും അഫെക്ഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. ഇനി അതിൻ്റെ സൈക്കോളജിക്കൽ പാർട്ട് പറയുകയാണെങ്കിൽ അത് നമുക്കൊരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു സംഭവമാണ് അഫെക്ഷൻ എന്നുള്ളത്. അത് അഫെക്ഷൻ ഈസ് ആൻ ഇൻട്രിൻസിക്കലി റിവാർഡിങ് ആൻഡ് പോസിറ്റീവ് ഇമോഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ ഫീലിങ്സ് ഓഫ് ഫോൺനെസ്, ടെൻഡർനെസ് ആൻഡ് വാം അറ്റാച്ച്മെന്റ് ടുവേർഡ്സ് അതേഴ്സ്. അങ്ങനെ അത് വളരെ നമുക്ക് അത് മറ്റൊരാളെ സ്നേഹിക്കുമ്പോൾ നമുക്കൊരു ആത്മസംതൃപ്തി തരുന്ന തരത്തിലുള്ളൊരു ഇമോഷനാണ് സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ. ഇറ്റ് ഈസ് എ നോൺ സെക്ഷൽ കമ്പോണൻ്റ് ആണ്. ഒരു ഹ്യൂമൻ ബോണ്ടിങ്ങിൽ വരുമ്പോൾ ഒരു നോൺ സെക്ഷൽ കമ്പോണൻ്റ് ആണ്. പിന്നെ ഒരു റിലേഷനിൽ പിന്നെ ഈ ഒരു അഫെക്ഷൻ എന്നുള്ളൊരു ഇമോഷൻ കാരണം നമുക്ക് സെക്യൂരിറ്റി ഫീൽ ചെയ്യും, ഒരു സോഷ്യൽ സപ്പോർട്ട്, അത് എനിക്ക് ഇന്ന ആളും കൂടെ ഉണ്ടാവും എന്നുള്ള ആ ഒരു മെൻ്റലായിട്ടുള്ള ആ ഒരു ഉറപ്പ് നമുക്ക് ഈ അഫെക്ഷൻ വഴി നമുക്ക് മറ്റൊരാളിൽ നിന്ന് നമുക്കത് ഉറപ്പ് വരുത്താൻ കഴിയും. പിന്നെ നമ്മളുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കഴിയും അഫെക്ഷൻ എന്നുള്ളൊരു ഫീലിംഗ്. എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ മക്കളോടുള്ള സ്നേഹം തന്നെയാണ്, അതും ഒരു അഫെക്ഷനുള്ള ഒരു എക്സാമ്പിൾ തന്നെയാണ്. പിന്നെ ഹെൽത്ത് ബെനിഫിറ്റ്സ് അപ്പോൾ സൈക്കോളജിക്കലി അതെന്താന്ന് പറഞ്ഞു. അതായത് ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ഇമോഷനാണ് അഫെക്ഷൻ. കൂടാതെ ഇത് നമുക്ക് സെക്യൂരിറ്റിയും റിലേഷൻ്റെ സ്ട്രെങ്ത്തൊക്കെ കൂട്ടാനുള്ളൊരു നല്ലൊരു ഇമോഷനാണ്. പിന്നെ അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇത് സ്ട്രെസ്സ് ലോവർ ചെയ്യാനും ഫിസിക്കൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും ആ റിലേഷൻഷിപ്പിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ അഫെക്ഷൻ എന്നുള്ളൊരു ഇമോഷൻ കൊണ്ട് നമുക്ക് സാധിക്കും. നമുക്ക് ഈ അഫെക്ഷൻ നമ്മൾ കുറേ വെൽബീയിങ്ങിനെ കുറിച്ച് പഠിച്ചു. ഫിസിക്കൽ വെൽബീയിങ്, സോഷ്യൽ വെൽബീയിങ്, കോസ്മെറ്റിക് വെൽബീയിങ്, അങ്ങനെ കുറേയൊക്കെ പഠിച്ചു. അതേപോലെ നമ്മളുടെ ഇമോഷണൽ വെൽബീയിങ്ങിന് അത്യാവശ്യമായിട്ടുള്ള ഒരു കമ്പോണൻ്റാണ് അഫെക്ഷൻ എന്നുള്ളൊരു ഫീലിംഗ്. അതിൻ്റെ ആബ്സെൻസ് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് നമ്മൾക്ക് ഫിസിക്കലി ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ഉണ്ടാവുക. എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണെന്ന് വെച്ചാൽ ലോൺലിനെസ്, ഡിപ്രഷൻ, പുവറർ ഹെൽത്ത് ഔട്ട്കംസ്, അതായത് ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും ഈ അഫെക്ഷൻ ഇല്ലായ്മ കൊണ്ട് കാരണമുണ്ടാവും. അഫെക്ഷൻ ഡിപ്രൈവേഷൻ എന്ന് പറയാം. അതായത് അഫെക്ഷൻ ഇല്ലാത്തൊരവസ്ഥ കാരണം നമുക്ക് സമൂഹത്തിൽ ഒറ്റപ്പെട്ട പോലെയും ഒരു അങ്ങനത്തെ ഒരു ഹെൽത്തും അതുവഴി മോശമായിട്ടുള്ളൊരു കണ്ടീഷനിലേക്കാണ് ഹെൽത്തും പോവുക. പിന്നെ ഈ ഒരു നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, നമ്മൾ ഇമോഷൻ, ഈ അഫെക്ഷൻ എന്നുള്ളൊരു ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് ഹഗ് വഴിയാണ്. ഹഗ് അത് നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ അല്ലെങ്കിൽ ഒരു കുഞ്ഞു കുട്ടിയാണെങ്കിലും നമ്മളത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ, സന്തോഷം എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് ഹഗ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഹഗ് എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു ചെറിയ ജസ്റ്റ് ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു സംഭവം മാത്രമല്ല, അത് ഈ നമ്മൾക്ക് ഇന്റേണലി പല പല ചേഞ്ചസ് ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള നിലയിൽ ധാരാളം കെമിക്കൽ റിയാക്ഷൻസ് ആ ഒരു ഹഗ്ഗിങ് വഴി നമ്മളുടെ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ട്. ധാരാളം കെമിക്കൽ റിയാക്ഷൻസ് ആണ് നമ്മളുടെ ശരീരത്തിൽ ആ ഒരു ജസ്റ്റ് ഒരു ഹഗ്ഗിങ് ഉള്ള ആ ഒരു പ്രോസസ്സ് വഴി ഉണ്ടാവുന്നത്. എന്തൊക്കെയാണ് മാറ്റങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഓക്സിറ്റോസിൻ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഈ പ്രസവ സമയത്തൊക്കെ ആ റിലാക്സിങ് മസിൽ കൺട്രാക്ഷൻ ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ്. പക്ഷെ അതേപോലെ തന്നെ ഇതൊരു ലവ് ഹോർമോണും കൂടിയിട്ടാണ് ഓക്സിറ്റോസിൻ. അപ്പോൾ നമ്മൾ ഈ ഓക്സിറ്റോസിൻ എപ്പോഴാണ് മനുഷ്യരിൽ സ്നേഹം,
വിശ്വാസം, സാമൂഹിക അടുപ്പം, ഇതൊക്കെ നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ റിലീസ് ചെയ്യുന്ന ഒരു ഹോർമോണും കൂടിയിട്ടാണ് ഓക്സിറ്റോസിൻ. ഇതിന് വേറൊരു പേരുണ്ട്, ലവ് ഹോർമോൺ അല്ലെങ്കിൽ കഡിൽ ഹോർമോൺ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. അപ്പം ഇത് ഹഗ്ഗിങ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ ഓക്സിറ്റോസിൻ എന്നുള്ള ഒരു ഹോർമോൺ നമ്മളിൽ റിലീസ് ആവുന്നുണ്ട്. അതുവഴി നമുക്ക് ആ ഒരു വിശ്വാസം വരികയാണ്, ഫീലിംഗ് ഓഫ് സ്നേഹവും സാമൂഹിക അടുപ്പവും ആ ഒരു വിശ്വാസമൊക്കെ ഈ ഹോർമോൺ റിലീസ് ചെയ്യുന്നത് വഴി ഉണ്ടാവുകയാണ്. പിന്നെ അതേപോലെ തന്നെയാണ് മറ്റൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്, ഡോപ്പമിൻ എന്നാണ് അതിൻ്റെ പേര്. അതെപ്പോഴാണ് റിലീസ് ആവുക? ഡോപ്പമിൻ പൊതുവേ നമ്മൾ സന്തോഷം വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യം വഴി മോട്ടിവേറ്റഡ് ആവുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഗോൾ അച്ചീവ് ചെയ്യുമ്പോൾ, ആ സമയങ്ങളിലൊക്കെയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് സന്തോഷം വരുന്ന സമയത്ത് റിലീസ് ആവുന്ന ഒരു ഹോർമോണാണ് ഈ ഡോപ്പമിൻ. ഈ പൊതുവേ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരിൽ ഈ ഡോപ്പമിൻ റിലീസ് ആവുന്നുണ്ട് ആ ഒരു ടൈമിൽ. അപ്പോൾ ഇത് ആ ഒരു ലഹരിയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഹാപ്പിനെസ്സിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അപ്പോൾ ഈ നമ്മൾ ഹഗ്ഗിങ് എന്നുള്ളൊരു കാര്യം ചെയ്യുമ്പോഴും ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ശരീരത്തിൽ റിലീസ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഒരു സ്നേഹം എന്നുള്ളത് ഒരു ലഹരിയായിട്ട് എടുക്കാം. ഒരാളെ പരസ്പരം സ്നേഹിച്ച് അതും ഒരു ലഹരിയായിട്ട് നമുക്ക് കൊണ്ടുപോകാം. പരസ്പരം സ്നേഹിച്ചിട്ട് കെയർ ചെയ്തിട്ട് ഈ ചീത്ത വഴികൾ തിരഞ്ഞെടുക്കുന്നതിനേക്കാളും ഇപ്പോൾ പൊതുവെ ലഹരിയിൽ അടിമപ്പെട്ടിട്ടുള്ളവർ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അവർക്ക് എന്തോ കിട്ടുന്നില്ല, സ്നേഹം കിട്ടുന്നില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, ലോൺലിനെസ് ഫീൽ ചെയ്യണു. അങ്ങനെ വരുമ്പോഴാണ് ലഹരിയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ ഡോപ്പമിൻ റിലീസ് ചെയ്തിട്ട് നമ്മൾ ഭയങ്കര ഹാപ്പിയാണെന്നുള്ളൊരു ഇമോഷനിലേക്ക് എത്തിപ്പെടാനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഈ പരസ്പരം കെയറിങ്, അഫെക്ഷൻ, അങ്ങനത്തെ ഒരു സംഭവങ്ങൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റിലീസ് ആവുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഡോപ്പമിൻ. അപ്പോൾ നമ്മൾ പരസ്പരം റിലേഷൻഷിപ്പ് നന്നാവുമ്പോൾ ഇത്തരം ചീത്ത കൂട്ടുകെട്ടുകളിലേക്ക് മനുഷ്യന്മാർ പോവാതെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയും. അഫെക്ഷൻ ചെറിയൊരു കാര്യമല്ല, നമ്മൾ സോഷ്യലി വളരെ വാല്യൂ ഉള്ളൊരു സംഭവമാണ്. പിന്നെ അതിനെ റിവാർഡ് കെമിക്കൽ എന്നും വിളിക്കും. അത് നമ്മൾ തമ്മിലുള്ള റിലേഷൻ വളരെ സന്തോഷപൂർവ്വമാക്കി തീർക്കും ഈ ഡോപ്പമിൻ റിലീസ്. അത് ഈ ഹഗ്ഗിങ് വഴി നമുക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ചില സിനിമകളിലൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, ഇങ്ങനെ ഹഗ് ചെയ്താൽ അതൊരു ട്രീറ്റ്മെന്റ് ആണ് എന്നുള്ള ഒരു കമൽഹാസന്റെ ഒരു സിനിമയൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഒരു വിഷമിക്കുന്ന ഒരാളെ പെട്ടെന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ നമ്മൾക്ക് അവരിൽ ആ ഒരു എല്ലാം അവിടെ കാം ഡൗൺ ആവുകയാണ്. അപ്പോൾ ഒരു സിറ്റുവേഷനിൽ ഒരു വിഷമിച്ചിരിക്കുന്ന ഒരാളെ പെട്ടെന്ന് ഹഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലത്, അവർക്ക് ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ അവരെ എത്തിക്കാൻ വേണ്ടി നമുക്ക് ഈ അഫെക്ഷൻ എന്നുള്ളൊരു ഫീലിങ്ങിലൂടെ എക്സ്പ്രസിങ് അഫെക്ഷൻ എന്നുള്ള ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യുന്നത് വഴി നമുക്കത് സാധിക്കും. പിന്നെ അതേസമയം ഈ കോർട്ടിസോളിന്റെ ലെവൽ കുറയ്ക്കുകയാണ് ചെയ്യുക ഹഗ്ഗിങ് വഴി. കോർട്ടിസോൾ ഒരു സ്ട്രെസ് ഹോർമോണാണ്. അത് പൊതുവേ എപ്പോഴാണ് BP, ഒബിസിറ്റി, ഡയബറ്റീസ്, അത് ഈ കോർട്ടിസോൾ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ റിലീസ് ആവുന്ന ഈ കോർട്ടിസോള് അതിൻ്റെ റിലീസ് കുറയ്ക്കും ഹഗ്ഗിങ് ഉള്ള ആ ഒരു മെത്തേഡ് വഴി. അപ്പോൾ ഈ കോർട്ടിസോൾ പൊതുവേ BP, സ്ട്രെസ്, ഒബിസിറ്റി, ഡയബറ്റീസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കോർട്ടിസോളിന്റെ ലെവൽ കുറയുകയാണെങ്കിൽ നമുക്ക് ഈ ഹെൽത്ത് റിസ്കുകൾ കുറയാൻ പറ്റും. അപ്പോൾ ഹഗ്ഗിങ് കൊണ്ടുണ്ടാവുന്ന കെമിക്കൽ ചേഞ്ചസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഹഗ്ഗിങ് ഒരു മെത്തേഡ് ഓഫ് എക്സ്പ്രസിങ് അഫെക്ഷൻ ആണ്. അഫെക്ഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു വഴിയാണ്. അപ്പോൾ എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മളുടെ പ്രിയപ്പെട്ടവരോടത് എക്സ്പ്രസ് ചെയ്യുക തന്നെ വേണം. എങ്കിൽ മാത്രമേ ഒരുപാട് ബെനിഫിറ്റ്സ് ആണ്, റിലേഷൻ സ്ട്രെങ്തൻ ആവും. അപ്പോൾ അത് എക്സ്പ്രസ് ചെയ്യേണ്ട അവിടെ എക്സ്പ്രസ് ചെയ്യുക തന്നെ വേണം. പിന്നെ നമുക്ക് ഈ അഫെക്ഷൻ എക്സ്പ്രസ് ചെയ്യാൻ ഒരു 5 ലാംഗ്വേജസിന്റെ രീതിയിൽ ഞാനത് പറയാം. 5 ലാംഗ്വേജ് വഴി നമുക്ക് ഈ അഫെക്ഷൻ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ്? ഫിസിക്കൽ ടച്ച്. ഇപ്പോൾ ഒരു കുട്ടി വിഷമിച്ചിരിക്കുന്ന ഒരാളെ പോയി ഒന്ന് കയ്യിൽ പിടിക്കുക, അല്ലെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കുക, അല്ലെങ്കിൽ ആ കുട്ടിയുടെ പുറത്ത് തട്ടിയിട്ട് സാരല്ല ഏട്ടാ, പോട്ടേട്ടാ, അല്ലെങ്കിൽ കുട്ടികളെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. കുട്ടികളൊരു ഫംഗ്ഷന് പങ്കെടുക്കുകയാണ്, അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ കുട്ടികളെ മോനെ ഒന്ന് തൊട്ട് തലോടി വിളിച്ച് അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് അപ്പം തന്നെ ഒരു സന്തോഷമാണ്. ആ സ്ഥലത്തേക്ക് പോകാൻ തന്നെ കുട്ടികൾക്ക് ഇഷ്ടമാണ്. അതേസമയം ആരും ശ്രദ്ധിക്കണില്ല, ആരും മൈൻഡ് ചെയ്യുന്നില്ല, കുട്ടിയല്ലേ അത് അവിടെ ഇരിക്കട്ടെ, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് പിന്നീട് അങ്ങോട്ട് പോകണമെന്നില്ല. ആ ഒരു മൂഡിയായിട്ട് പോവാണ് അവർ ആ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ ഈ ഫിസിക്കൽ ടച്ച് വഴി നമുക്ക് അഫെക്ഷൻ പ്രകടിപ്പിക്കാൻ പറ്റും. അത് ഒരുപാട് നല്ല മാറ്റങ്ങൾ വ്യക്തികളിൽ കാണിക്കും. പിന്നെ വേർഡ് ഓഫ് അഫർമേഷൻ വഴി,
നമ്മൾക്ക് കോംപ്ലിമെന്റ് ഒക്കെ പറയാം. ഐ എം പ്രൗഡ് ഓഫ് യു, ഞാൻ നിന്നെക്കുറിച്ച് അഭിമാനിക്കുന്നു എന്നുള്ളൊരു വേർഡ് വഴി നമുക്ക് അഫെക്ഷൻ എക്സ്പ്രസ് ചെയ്യാൻ കഴിയും. ഒരു വെർബൽ സപ്പോർട്ട് കൊടുക്കാം, ഞാനുണ്ട് നിന്റെ കൂടെ, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഒരു വെർബൽ സപ്പോർട്ട് കൊടുക്കും. വെർബൽ വഴിയും നമുക്ക് ഒരു അഫെക്ഷൻ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയും. പിന്നെ ആക്ട്സ് ഓഫ് സർവീസ്, നമുക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാം, അവർ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി നമുക്ക് അഫെക്ഷൻ, അവരോടുള്ള നമ്മുടെ അഫെക്ഷൻ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ ഒരു ബുദ്ധിമുട്ടിലുള്ള ഒരാളെ നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ടൊക്കെ ഒന്ന് ആ ഒരു സമയത്ത് നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ കഴിയണമെങ്കിൽ അതും ഒരു അഫെക്ഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വഴിയാണ്. ആക്ട്സ് ഓഫ് സർവീസ് എന്നാണ് അതിനെ പറയുക. നമ്മൾ സെർവ് ചെയ്യണം അവരെ, അപ്പോൾ അവരുടെ ബേർഡൻ കുറയ്ക്കുകയാണ് അവിടെ. പിന്നെ ക്വാളിറ്റി ടൈം, അവർക്ക് സമയം സ്പെൻഡ് ചെയ്യുക ആളുകളായിട്ട്. ഗിവിങ് സമ്മൺ യുവർ അൺഡിവൈഡഡ് അറ്റൻഷൻ, ഒരാളെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുകയാണ്, ഇത് വെറുതെ കേൾക്കല്ല, അവരെ വളരെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണതും അഫെക്ഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു മെത്തേഡാണ്. പിന്നെ ഗിഫ്റ്റുകൾ കൊടുത്തിട്ട് നമുക്ക് ടോക്കൺ ഓഫ് സ്മോൾ ടോക്കൺസ് ദാറ്റ് സേ ഐ വാസ് തിങ്കിങ് ഓഫ് യു, അങ്ങനെ പറഞ്ഞിട്ടും ഞാൻ നിന്നെ ഓർക്കുമായിരുന്നു, അങ്ങനെ പറയുമ്പോഴും അവരൊരു അഫെക്ഷൻ അത് തോന്നിക്കുകയാണ് അവർക്ക്. നമ്മളവരെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, യു ആർ എ വാല്യുബിൾ പേഴ്സൺ എന്നൊക്കെ നമ്മൾ അവർക്ക് ആ ഒരു ഫീല് കൊടുക്കുമ്പോൾ, വെർബലി അല്ലെങ്കിൽ ത്രൂ ടച്ച്, ത്രൂ ഗിവിങ് സർവീസസ്, പിന്നെ വേർഡ്സ്, അങ്ങനെയൊക്കെ നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യുക അവർക്ക് വേണ്ടി. ഇതൊക്കെയാണ് 5 ലവ് ലാംഗ്വേജസ്, അഫെക്ഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ലാംഗ്വേജസ് ആണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി അടുത്തത്, എന്തുകൊണ്ട് അഫെക്ഷൻ മാറ്റേഴ്സ്, വൈ അഫെക്ഷൻ മാറ്റേഴ്സ്, എന്തുകൊണ്ടാണ് അഫെക്ഷൻ ഇത്രയും ഒരു പ്രധാനപ്പെട്ടുള്ള ഒരു ഇമോഷനായിട്ട് പറയാൻ കാരണം എന്ന് ചിന്തിച്ചാൽ പല പല കാരണങ്ങളെ കൊണ്ടാണ്. ഓൾറെഡി പറഞ്ഞു, എന്നാലും ഒന്ന് ബ്രീഫ് ചെയ്യാം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഹാർഡ്ഷിപ്സ്, ഒരു വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ അതൊന്ന് ഓവർകം ചെയ്യിക്കാൻ നമുക്ക് അഫെക്ഷൻ എന്നുള്ളൊരു ഫീലിംഗ് വഴി നമുക്ക് സാധിക്കും. പിന്നെ ഒരാളുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ധാരാളം സ്നേഹം സമ്പാദിക്കുന്ന ഒരാൾക്കും ധാരാളം സ്നേഹം വാരിക്കൊടുക്കുന്ന ആൾക്കും ഡിപ്രഷനും ആങ്സൈറ്റിയും വളരെ കുറവായിരിക്കും. അവർക്ക് ഡിപ്രഷനും ആങ്സൈറ്റിയും എന്താണ്, ഒറ്റപ്പെടലാണ്, ഉത്കണ്ഠയാണ്. അത് ആ ഒരു ഫീലിംഗ് വരാതെ തന്നെ ഒരു വ്യക്തിയെ നമുക്ക് അഫെക്ഷനിലൂടെ നമുക്ക് ചേർത്ത് നിർത്താനായിട്ട് സാധിക്കും. പിന്നെ ഫിസിക്കൽ ഹെൽത്ത്, അപ്പോൾ ഫിസിക്കൽ ഹെൽത്ത്, നല്ലൊരു അഫെക്ഷനേറ്റ് റിലേഷൻഷിപ്പിലുള്ളൊരു വ്യക്തിക്ക് ബ്ലഡ് പ്രഷർ, പിന്നെ ഡയബറ്റീസ് പോലുള്ള കണ്ടീഷൻസ് വരാനുള്ള ചാൻസസ്, പിന്നെ ഇമ്മ്യൂണിറ്റി പവറൊക്കെ ഇമ്പ്രൂവ് ആയിരിക്കും ഒരു കമ്പാരിറ്റീവ്ലി മറ്റൊരു വ്യക്തിയെ കമ്പയർ ചെയ്യുമ്പോൾ. അഫെക്ഷൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ആവും, BP റൈസ് ആവും, ഡയബറ്റീസ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോൾ ഓൾറെഡി അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് മോശത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അഫെക്ഷൻ ഉണ്ടാവുമ്പോൾ വരാനുള്ള ഈ ചാൻസസ് ഒക്കെ വളരെ റെഡ്യൂസ് ആവുകയാണ്. അപ്പോൾ നല്ലൊരു ഫിസിക്കൽ ഹെൽത്തും അഫെക്ഷൻ വഴി നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ ഡെവലപ്മെന്റ്, ഒരു ഗ്രോയിങ് ചൈൽഡിന്റെ ഒരു ചൈൽഡ്ഹുഡിലൊക്കെ ശരിക്കും ഈ അഫെക്ഷൻ എന്നുള്ളൊരു കാര്യം വളരെ ക്രൂഷ്യൽ പാർട്ടാണ് ഒരു കുട്ടിയുടെ ഡെവലപ്പിംഗ് സ്റ്റേജിൽ. ആ സമയത്ത് അത് കിട്ടേണ്ടത് കൊടുക്കാതിരുന്നാൽ പിന്നീട് എപ്പോഴെങ്കിലും ഇത് കിട്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. കാരണം ആ ഒരു നെഗറ്റീവ് മാർക്ക് ഒരു വ്യക്തിയെക്കുറിച്ച്, അല്ലെങ്കിൽ കിട്ടേണ്ട ആളിൽ നിന്ന് കിട്ടേണ്ടത് ആ പെർട്ടിക്കുലർ ടൈമിൽ കിട്ടാതെ ആവുമ്പോൾ നമുക്ക് പല 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 കാര്യങ്ങളും അതിൻ്റെ ഉള്ളിൽ സംഭവിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ ഒരു ചൈൽഡ് ഡെവലപ്മെൻറ്റിൽ അഫെക്ഷൻ എന്നുള്ളത് പാരൻസിൻ്റെയും ഫാമിലി മെമ്പേഴ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും ഒരു ടീച്ചറിൻ്റെയും ഒക്കെ ഒരു കുട്ടിയുടെ ഒരു സമൂഹത്തിൽ ആരൊക്കെ ആ കുട്ടി ഇൻവോൾവ് ആവുന്നുണ്ടോ അവരിലൊക്കെ ആ ഒരു അഫെക്ഷൻ ഇല്ലായ്മ വല്ലാതെ ഡെവലപ്മെൻറ്റിനെ അവരെ ബാധിക്കാൻ കാരണമാവും. അത് പിന്നീട് ഇമോഷണലായിട്ട് പിന്നീടുള്ള ക്യാരക്ടർ ഡിഫോമിറ്റീസ് ആയിട്ടും പല പല പ്രശ്നങ്ങളായിട്ടും പിന്നീട് അത് ഭാവിയിൽ അവരുടെ ക്യാരക്ടർ വൈസ് ഒക്കെ വല്ലാതെ ചേഞ്ചസ് അവരിൽ ഉണ്ടാവാൻ ഈ കിട്ടേണ്ട പ്രായത്തിൽ കിട്ടാത്തത് ഉണ്ടാക്കാറുണ്ട്. പിന്നെ ചിലപ്പോൾ സ്കിൻ ഹങ്കർ അങ്ങനൊരു ടേം ഉണ്ട് ഈ അഫെക്ഷൻ. ചിലപ്പോൾ ചില സമയത്ത് മക്കളെ നമ്മൾ കാണുണ്ടാവും ചെയ്യുണ്ടാവും, എന്നാലും അവർക്ക് ആ ഒരു തൊട്ട് തലോടി മക്കളെ എന്നൊക്കെ പറയുമ്പോൾ അത് ഓരോരുത്തരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും ഒരു പാർട്ട്ണർ റിലേഷൻഷിപ്പ് ആയാലും ശരി, ഒരു സ്കിൻ ഹങ്കർ എന്ന് പറയും അതിനെ.
മറ്റൊരാളുടെ ഒരു ടച്ചിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഇത് കുട്ടികളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അവർക്ക് പറയാൻ അറിയില്ല എങ്കിലും അത് അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. ഒന്ന് വിളിച്ചെങ്കിൽ, തൊട്ടെങ്കിൽ, അങ്ങനെ ഒന്ന് തട്ടിയെങ്കിൽ. ഇപ്പോൾ താഴെയുള്ള മക്കളെ ഉമ്മ വയ്ക്കുമ്പോൾ മൂത്തുള്ള ആൾക്ക് ദേഷ്യം വരും. അപ്പൊ അവിടെ അവനൊരു സ്കിൻ ഹങ്കർ വരികയാണ്. ഇതുപോലെ അവനും കിട്ടിയില്ല എന്നുള്ള. അപ്പൊ അങ്ങനെ ഹങ്കർ വരാതെ നമ്മൾ ശ്രദ്ധിക്കണം കുട്ടികൾക്ക് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അത് ലോൺലിനെസ് ഇൻക്രീസ് ചെയ്യാനും ഫിസിക്കൽ പെയിൻ ഉണ്ടാക്കാനും പിന്നീട് അത് ആങ്സൈറ്റി ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ഈ സ്കിൻ ഹങ്കർ എന്നുള്ളൊരു ബുദ്ധിമുട്ട് ബാധിക്കാറുണ്ട്. നമ്മളിപ്പോൾ സോഷ്യലി ആക്റ്റീവ് ആണെങ്കിൽ പോലും നമുക്ക് ഒന്ന് ഷെയർ ചെയ്യാനോ നമുക്കൊന്ന് തൊട്ടടുത്തിരുന്ന് സംസാരിക്കാനോ ഒരാളില്ലാത്തത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് സ്കിൻ ഹങ്കർ എന്നൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ അഫെക്ഷൻ എന്നുള്ളത് അത് വളരെ എന്താണ്, രണ്ടുപേരുടെയും കൂടി സമ്മതത്തോടു കൂടി വേണം. കൂടാതെ അത് ഓതന്റിക്കും ആയിരിക്കണം, ആധികാരികമായിരിക്കണം. വേറെ ഒരു ബന്ധമില്ലാത്തവരുമായിട്ട് അഫെക്ഷൻ ചെയ്യുന്നത് അത് ഗുണത്തിനേക്കാളേറെ ദോഷം മാത്രമേ ചെയ്യുള്ളൂ. അപ്പൊ അഫെക്ഷൻ എന്നുള്ളത് ആധികാരികമായിട്ട് അത് ആരുമായിട്ടാണോ അത് ഷെയർ ചെയ്യാൻ പറ്റുക അവരുമായിട്ട് മാത്രമേ അത് ഷെയർ ചെയ്യാൻ പാടുള്ളൂ. മ്യൂച്വൽ രണ്ടുപേരുടെയും സമ്മതത്തോടു കൂടി മാത്രമേ ഈ ഒരു ഫീലിങ്ങും ഷെയർ ചെയ്യാവൂ. പിന്നെ ഇത് ഫോഴ്സ്ഡ് ആയിട്ടൊക്കെ നമ്മളൊരു അഫെക്ഷൻ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അത് സ്ട്രെസ് എന്നുള്ള ഒരു കണ്ടീഷനിലേക്കാണ് പോവുക. അവിടെ കോർട്ടിസോളാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുക. അവിടെ റിലാക്സേഷൻ റെസ്പോൺസ് അല്ല ഉണ്ടാവുക, നെഗറ്റീവ് റെസ്പോൺസ് ആണ് അവിടെ വരിക. അതായത് ഇപ്പോൾ ഇത് ഓതന്റിക്കും കൺസെൻസലും ആവാത്ത സാഹചര്യങ്ങൾ. കൺസെൻസൽ പറഞ്ഞാൽ രണ്ടുപേരുടെയും സമ്മതത്തോടു കൂടി അല്ലാത്തതും അത് അർഹതപ്പെട്ട അല്ലാത്തവരുമായിട്ടും ആവുന്ന കണ്ടീഷനിലാണ് ഇത് ബുദ്ധിമുട്ടുകളിലേക്ക് പോവുക, സ്ട്രെസ്സിലേക്ക് പോവുക. അപ്പോൾ അങ്ങനെയും കൂടി ആവണം അഫെക്ഷൻ എക്സ്പ്രസ് ചെയ്യുമ്പോൾ. പിന്നെ ഒരു അഫെക്ഷൻ എക്സ്ചേഞ്ച് തിയറി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അത് ഡെവലപ്പ് ചെയ്തത് കോറി ഫ്ലോയിഡ് എന്ന് പറഞ്ഞിട്ടൊരു സയൻറ്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ തിയറി പ്രകാരം ഹ്യൂമണിന് വേണ്ട, അതായത് ഹ്യൂമൺ എപ്പോഴാണ് അഫെക്ഷൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ചെറിയതായിട്ട് ഒന്നുണ്ട്. അത് സർവൈവൽ, റീപ്രൊഡക്ഷൻ, സ്ട്രെസ് ബഫറിങ്, ഈ 3 കണ്ടീഷൻസിലാണ് കോറി ഫ്ലോയിഡ് എന്ന് പറയുന്ന ഒരു അദ്ദേഹം ഡെവലപ്പ് ചെയ്ത തിയറിയിൽ പറയുന്നത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി എവിടെയൊക്കെയാണ് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ അഫെക്ഷൻ എന്നുള്ള ആ ഒരു ഇതിൻ്റെ, പിന്നെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ എവിടെയാണ്, നമുക്ക് എങ്ങനെയൊക്കെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും അഫെക്ഷൻ എന്നുള്ള ആ ഒരു ഫീലിംഗ് എങ്ങനെ നമുക്ക് ബിൽഡപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത്. പിന്നെ ഒരു ചെറിയൊരു സംഭവമുണ്ട്, ഒരു 6 സെക്കൻഡ് ഹഗ്. അതായത് 6 സെക്കൻഡോളം നമ്മൾ ഹഗ് ചെയ്യുമ്പോൾ അപ്പോഴാണ് കറക്റ്റായിട്ട് നമ്മളുടെ ബോഡിയിൽ ഓക്സിറ്റോസിൻ റിലീസ് ആവുന്നത്. അതാണ് അതൊരു 6 സെക്കൻഡ് കെമിസ്ട്രി എന്നൊക്കെ പറയാം. 6 സെക്കൻഡ്സ് നമ്മൾ ഒരാളെ ഹഗ് ചെയ്യുമ്പോഴാണ് ഈ ഓക്സിറ്റോസിൻ റിലീസ് ആവാൻ നമ്മുടെ ശരീരത്തിൽ ആ ഒരു ഇമ്പൾസ് വരുന്നത്. പിന്നെ മൈക്രോ അഫെക്ഷൻ, അവിടെ മൈക്രോ അഫെക്ഷനിൽ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരാളുമായിട്ട് നടക്കുമ്പോൾ ഷോൾഡറിൽ ഒന്ന് കൈവയ്ക്കുക. പൊതുവെ ഫ്രണ്ട്സ് ഒക്കെയാണ് അങ്ങനെ ചെയ്യുക. അഫെക്ഷൻ നമ്മളവിടെ എക്സ്പ്രസ് ചെയ്യാണ്. ഹാൻഡ് ഓൺ എ ഷോൾഡർ വൈൽ വാക്കിംഗ്, നടക്കുമ്പോൾ ഷോൾഡർ പുറത്ത് വയ്ക്കുക. പിന്നെ ഒരു ടെക്സ്റ്റ് ഇങ്ങനെ അവരോട് പറയുക, തിങ്കിങ് ഓഫ് യു എന്നൊക്കെ പറയുമ്പോൾ അതിനെക്കുറിച്ച് ഓർത്തേ ഉള്ളൂ, അങ്ങനെയൊക്കെ നിന്നെയാണ് ഓർത്തിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ആ ഒരു ഇതൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും. അഫെക്ഷൻ എന്നുള്ള ആ ഒരു സംഭവം ബൂസ്റ്റ് ചെയ്യാൻ 6 സെക്കൻഡ് ഹഗ്, പിന്നെ മൈക്രോ അഫെക്ഷൻ, പിന്നെ ഐഡന്റിഫൈ ദ ലാംഗ്വേജ്. പിന്നെ ഒരാൾക്ക് അഫെക്ഷൻ വേണം എന്നുള്ള ആ ഒരു ബോഡി ലാംഗ്വേജിലൂടെ അവർ എക്സ്പ്രസ് ചെയ്യുമ്പോഴും നമ്മളത് അപ്പം തന്നെ അവർക്കത് മനസ്സിലാക്കിയിട്ട് അത് അവരുമായിട്ട് ഷെയർ ചെയ്യണതും നല്ലൊരു ബൂസ്റ്റ് ചെയ്യാൻ. നമ്മളായിട്ടല്ലെങ്കിലും ഒരാൾക്കത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളവിടെ മനസ്സിലാക്കുമ്പോഴും അവിടെയും ആ ഒരു അഫെക്ഷൻ എന്നുള്ള ആ ഒരു ഇമോഷൻ ബൂസ്റ്റപ്പ് ആവുന്നുണ്ട്. പിന്നെ 20 സെക്കൻഡ് ഹഗ് ഉണ്ട്. അത് അങ്ങനെ വരുമ്പോൾ അവിടെ സിഗ്നിഫിക്കൻ്റ് ഓക്സിറ്റോസിൻ റിലീസാണ്. 6 സെക്കൻഡിൽ ജസ്റ്റ് ട്രിഗർ ചെയ്യും ഓക്സിറ്റോസിൻ റിലീസിന്. 20 സെക്കൻഡ് ആകുമ്പോൾ അവിടെ സിഗ്നിഫിക്കൻ്റ് എമൗണ്ട്, മതിയായ അളവിലുള്ള ഒരു ഓക്സിറ്റോസിൻ റിലീസിൻ അവിടെ സംഭവിക്കുന്നുണ്ട്. പിന്നെ കൾച്ചറൽ കണ്ടെക്സ്റ്റിൽ ചെറിയൊരു വേരിയേഷൻ ഒക്കെ ഉണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ ഓരോ കൾച്ചറിൽ അഫെക്ഷൻ എക്സ്പ്രസ് ചെയ്യുന്ന രീതികൾ ഡിഫറെൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഇറ്റലി, ബ്രസീൽ പോലുള്ള രാജ്യങ്ങളിലൊക്കെ അവിടെ ഹൈ കോണ്ടാക്റ്റ് ആണ്, ആളുകൾ തമ്മിൽ നല്ലോണം ഫിസിക്കലി അവർ എക്സ്പ്രസ് ചെയ്യും നല്ലോണം. പക്ഷെ ജപ്പാൻ, UK പോലുള്ള കൺട്രീസിലൊക്കെ
അവർ മോർ റിസർവ്ഡ് ആണ്. അങ്ങനെ പെട്ടെന്ന് നമുക്ക് അവർ കുറച്ചും കൂടി കാമായിട്ടാണ് അത് എക്സ്പ്രസ് ചെയ്യുക. അങ്ങനെ കൾച്ചറൽ കണ്ടെക്സ്റ്റിൽ ഓരോ സ്ഥലങ്ങളിൽ ഓരോ ടൈപ്പാണ് അഫെക്ഷൻ എക്സ്പ്രസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഡിജിറ്റൽ ഗ്യാപ്പ്, നമ്മളിപ്പോൾ കൂടുതലും സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരായതുകൊണ്ട് നമ്മൾ സ്മൈലിയും ഇമോജീസും ഒക്കെ വെച്ചിട്ടും നമ്മളുടെ അഫെക്ഷനൊക്കെ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. എന്നിരുന്നാൽ പോലും ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള കോണ്ടാക്ട് വഴി ഉണ്ടാവുന്ന ഒരു എക്സ്പ്രഷൻ പോലെ, അഫെക്ഷൻ്റെ എക്സ്പ്രഷൻ അതിൻ്റെ അത്രയ്ക്ക് ഈ ഇമോജി അല്ലെങ്കിൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് അയക്കുക, ഇതൊന്നും അതിൻ്റെ അത്ര ഫിസിയോളജിക്കൽ പഞ്ചിൻ്റെ അത്ര എഫക്റ്റീവ് അല്ല എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അത്രയാണ് പറയാനുള്ളത്. പിന്നെ മെയിൻലി കുട്ടികളുടെ ഡെവലപ്മെൻറ്റിലും കുട്ടികളുടെ കാര്യത്തിലും, ഇത് ഓവറോൾ മൊത്തത്തിലുള്ളതാണ് പറഞ്ഞത്. പിന്നെ കുട്ടികളുടെ കാര്യത്തിൽ മാത്രം പറയുമ്പോൾ ഭയങ്കര ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ആണ് അവരുടെ ചൈൽഡ്ഹുഡിൽ. ഒരു അൺസിവിലൈസ്ഡ് കുട്ടി, അതായത് ഒന്നും പരിഷ്കൃതനല്ല അവൻ. ജനിക്കുമ്പോൾ കുട്ടിക്ക് സൊസൈറ്റി എങ്ങനെയാണെന്നോ ഒന്നും അറിയാത്തൊരു സാഹചര്യത്തിൽ അവൻ്റെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജിൽ, ഗ്രോത്തിൻ്റെ സ്റ്റേജിലൊക്കെ അഫെക്ഷൻ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. പാരൻസ് ആണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള ആള്. അത് കൊടുക്കേണ്ട കെയറും അഫെക്ഷനും കൊടുക്കേണ്ട ആ ഒരു റെസ്പോൺസിബിലിറ്റി പാരൻസിനാണ് ഇനീഷ്യൽ സ്റ്റേജിൽ, അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു സ്റ്റേജിൽ, കുട്ടിയുടെ ഡെവലപ്പിംഗ് സ്റ്റേജിൽ. പിന്നെ അഫെക്ഷൻ ഒരു കുട്ടിയിൽ എന്തൊക്കെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കുന്ന പറയുമ്പോൾ ഞാൻ ആവശ്യപ്പെടുന്ന ഒരാളാണ്. അതായത് ഫീലിംഗ് ഓഫ് ബീയിങ് വാണ്ടഡ്, ഞാൻ മറ്റുള്ളവരെ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഞാനൊരു വാല്യുബിൾ പേഴ്സൺ ആണ്, ഞാനൊരു നീഡഡ് പേഴ്സൺ ആണെന്നുള്ളൊരു തോട്ടൊക്കെ കുട്ടികൾക്ക് ഉണ്ടാവാനും, പിന്നെ അവർക്കൊരു സെക്യൂരിറ്റി, പിന്നെ സെൽഫ് എസ്റ്റീം, അവരുടെ ആത്മാഭിമാനം, അതൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു മെയിൻ ഫാക്ടറാണ് അഫെക്ഷൻ. പിന്നെ അവർക്ക് ഒരു കാര്യം ട്രൈ ചെയ്ത് നോക്കാൻ ഒരു മെൻ്റൽ സപ്പോർട്ട് ഒരാൾ കൊടുക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്കത് ഇറങ്ങി ചെയ്യാനുള്ള ആ ഒരു മെൻ്റൽ സ്ട്രെങ്ത് അഫെക്ഷൻ. നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കും. ചിലപ്പോൾ പാട്ട് പാടുമെന്ന് പറഞ്ഞാൽ കുട്ടികൾ അയ്യോ ഇല്ല വേണ്ട എന്ന് പറയും. പക്ഷെ അതേസമയം ഒരാൾ പാട് അല്ലെങ്കിൽ ഒരു ഇഷ്ടമുള്ള ഒരാൾ പറയുമ്പോൾ നമുക്കൊരു ധൈര്യം ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ളിൽ ബിൽഡപ്പ് ആവുകയാണ്. അപ്പോൾ അവിടെ അഫെക്ഷനാണ് അവിടെ കൂടുതലും ആ കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യിക്കാനും ഒരു കാര്യം ട്രൈ ചെയ്യാൻ, ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ട്രൈ അത് പറയുമ്പോൾ ആ കുട്ടിക്ക് ട്രൈ ചെയ്യാനുള്ള ആ ഒരു ഊർജം കിട്ടുന്നത് അഫെക്ഷനുള്ള ആ ഒരു ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ്. പിന്നെ അഡ്വെഞ്ചറസ് ആയിട്ട് ഇപ്പോൾ നല്ല സ്പോർട്സിലും ഒക്കെ കഴിവുള്ള കുട്ടികൾക്ക് ആ ഉള്ളിലുള്ള ആ ഒരു സ്റ്റാമിനയും ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യണം എന്നുള്ള ആ ഒരു ടെൻഡൻസിയും ഒക്കെ ഡെവലപ്പ് ചെയ്യാനും ഈ ഫാമിലി സപ്പോർട്ട്, അതായത് അഫെക്ഷൻ വഴി നല്ലൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. പിന്നെ റിസ്കുകൾ ഏറ്റെടുത്താലും അതിൽ വല്ല മിസ്റ്റേക്ക് വന്നാലും പോട്ടെ കുഴപ്പമില്ല, എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ വീട്ടുകാരുണ്ട് എന്നുള്ള ആ ഒരു തോന്നൽ ആ കുട്ടിക്ക് ഡെവലപ്പ് ആവുകയാണെങ്കിൽ ഒരു റിസ്ക് എടുക്കാനും ശരി, റിസ്ക് എടുത്തിൽ അതിൽ ഫെയിലിയർ ആയാലും ശരി, ആ കുട്ടി ബാലൻസ്ഡ് ആയിട്ട് അവിടെ നിൽക്കണമെങ്കിൽ അഫെക്ഷൻ എന്നുള്ളൊരു ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് ഷെയർ ചെയ്യാൻ ഒരാൾ ഉണ്ടെങ്കിൽ അത് കൂടുതൽ ബെനിഫിഷ്യൽ ആയിരിക്കും ആ ഒരു കുട്ടിയുടെ എല്ലാത്തിലും, ക്യാരക്ടറായാലും ടാലൻറ്റിലായാലും കരിയറിലായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ സ്കൂളുകളിൽ നിന്നും കുട്ടികൾ അത് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു ടീച്ചറുടെ കയ്യിൽ നിന്നും കുട്ടി സിമ്പതറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇമോഷനാണ് കുട്ടി പ്രതീക്ഷിക്കുന്നത്, അഫെക്ഷനേറ്റ് ആയിട്ടുള്ള. കുട്ടികൾക്ക് പേടിക്കുമ്പോൾ അവർ സ്വയമേ എക്സ്പ്രസ് ചെയ്യാതെ ആവും, അല്ലെങ്കിൽ അവർക്ക് പറയാൻ വോയിസ് ഇല്ല, മനസ്സിലായാലും ഇല്ലെങ്കിൽ അവർ മിണ്ടാതിരിക്കുകയാണ്. ഒരു അഫെക്ഷനേറ്റ് പേഴ്സൺ ആകുമ്പോൾ നമുക്കത് എക്സ്പ്രസ് ചെയ്യാനും കുട്ടികൾ മടിക്കില്ല. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ ഒരു റോള്, ആ ടീച്ചേഴ്സിൻ്റെ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് അഫെക്ഷനാണ്. അപ്പോൾ അത് നമ്മൾ ടീച്ചേഴ്സായ നമ്മളത് ശ്രദ്ധയോട് കൂടിയിട്ട് കൊടുക്കണം. നമുക്ക് പിന്നെ ടീച്ചേഴ്സിനും ആ ഒരു ഓർമ്മ വേണം, നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന കുട്ടികളാണെന്നുള്ളൊരു തോന്നലോടുകൂടി വേണം നമ്മൾ അവരോട് പെരുമാറാൻ, അഫെക്ഷനേറ്റ് ആയിട്ട് തന്നെ പെരുമാറണം. പിന്നെ കുട്ടികൾ സിമ്പതി എന്നുള്ളതും, അതായത് മറ്റൊരാളുടെ വിഷമം കാണുമ്പോൾ സഹതാപം എന്നൊക്കെ പറയും, സെയിം ഫീലിങ്സ് അവരോട് നമുക്ക് അവരുടെ വിഷമത്തിൽ നമുക്കും അതേ വിഷമം തോന്നുക എന്നുള്ളതും ഈ അഫെക്ഷൻ പോലത്തെ ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അതും കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യുന്നത് സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിനും സ്വന്തം ഡെവലപ്മെൻറ്റിനും എസെൻഷ്യൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇത്രയാണ് അഫെക്ഷനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അഫെക്ഷൻ എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ ഹ്യൂമൻ നീഡാണ്, മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു ആവശ്യകതയാണ് അഫെക്ഷൻ. ഇതൊരു ലക്ഷറി ഒന്നുമല്ല, കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ടോ അങ്ങനെയുള്ളൊരു സംഭവമൊന്നുമല്ല. അത് ട്രൂ ആയിരിക്കണം,
എങ്കിൽ മാത്രമേ അതിന് ഒരു ഉദ്ദേശിച്ച റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഇറ്റ് ഈസ് എ സോഷ്യൽ ഗ്ലൂ ഒരു പശയാണ്. ആളുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് കാര്യങ്ങൾ സക്സസ്ഫുള്ളി നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഷ്യൽ ഗ്ലൂ ആണിത്. ഇത് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നു, ബോത്ത് ഇൻഡിവിജ്വൽ ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത്. അങ്ങനെ ആ അർത്ഥത്തിലും അഫെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അഫെക്ഷൻ ഒരു പവർ ഹൗസ് ആണ് ഹ്യൂമൻ ബീയിങ്ങിൻ്റെ. നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ആ ഒരു എനർജി അത് തരുന്ന ഒരു സംഭവമാണ് അഫെക്ഷൻ. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ പറയാം, വൈൽ ഇമോഷൻ ഈസ് ഓഫൺ എ ഫ്ലീറ്റിംഗ് ഇന്റേണൽ സ്ലേറ്റ്. അതായത് ഇമോഷൻ ജസ്റ്റ് നമുക്ക് എന്താണ് ഒരു പെട്ടെന്നൊരു ഇമോഷൻ വരികയാണ്, ഒരു വികാരം വരികയാണ്. ആ വികാരത്തിന് വളരെ ഫ്ലീറ്റിംഗ് ഇന്റേണൽ സ്റ്റേറ്റ്, അതായത് വളരെ ക്ഷണികമാണ് ഈ ഇമോഷൻസ് എന്നൊക്കെ പറയുമ്പോൾ. അഫെക്ഷൻ ഒരു ഇമോഷൻ ആണെങ്കിലും ഇമോഷൻസ് നമ്മൾ പൊതുവെ പറയാറുണ്ടല്ലോ വികാരങ്ങൾ, അത് ക്ഷണികമാണ്. പെട്ടെന്ന് ദേഷ്യം വരിക, സന്തോഷം വരിക, അത് വളരെ താൽക്കാലികമാണ്. പക്ഷെ അഫെക്ഷൻ എന്ന് പറയുന്നത് വാംതാണ്, ദാറ്റ് റിമെയിൻസ്. ഇറ്റ് ഈസ് എൻ ഇമോഷണൽ ഗ്ലൂ ഡയറക്റ്റഡ് ടുവേർഡ്സ് സംവൺ ഓർ സംതിങ് എൽസ്. അത് കുറച്ചും കൂടിയും അത് എക്സിസ്റ്റ് ആവുന്നതാണ്, ദാറ്റ് റിമെയിൻസ്. അത് അവസാനം വരെയും അത് അവിടെ ഉള്ളിൽ ഉണ്ടാവും. So that's all about affection. Thank you for listening. നന്നായിരുന്നു കേട്ടോ പ്രസീത, നന്നായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട് ടോപ്പിക്. നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു അല്ലേ? Thank you. കേട്ടാടാ, ഇഷ്ടായോ മാം? ഫ്രണ്ട്സ് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ചില സമയത്തൊക്കെ ഞങ്ങൾക്ക് തന്നെ ഇവിടെ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. നമ്മള് ഏറ്റവും കൂടുതൽ അഫെക്ഷനേറ്റ് ആയിട്ടുള്ള പേഴ്സൺസിനെ നമ്മുടെ മൈൻഡിലേക്ക് വന്നു ഇല്ലേ? വന്നു കേട്ടാ, നൈസ് ആയിരുന്നു കേട്ടാ. താങ്ക് യു. ഓക്കേ, ബിൻസി ഉണ്ടോ? യെസ് മാം. പാടാണോ? കുഴപ്പമില്ല. ഓക്കെ, പ്രസന്റ് ചെയ്തോട്ടാ. അഫെക്ഷനെ പറ്റിയിട്ട് ഒരുവിധമൊക്കെ പ്രസീത കവർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോയാൽ മതിയാവൂലേ? എല്ലാവരും അതിന്റെ ഫ്ലോയിൽ ഇരിക്കാവും. അപ്പൊ ഇമോഷൻ അല്ലെ, എല്ലാവർക്കും അറിയാം. എല്ലാവരും അവരുടെ ലൈഫിൽ ഡേ ടു ഡേ ഓരോ ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പൊ എല്ലാവർക്കും അറിയുന്ന ടോപ്പിക് തന്നെയാണ്. ഇമോഷൻ ഈസ് എ റിയാക്ഷൻ ദാറ്റ് എ ഹ്യൂമൻ ഗിവൺ ഇൻ റെസ്പോൺസ് ടു ആൻ ഇവന്റ്. ഒരു ഇവന്റിനോട് ഒരു വ്യക്തി, ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ ഒരു വ്യക്തി എങ്ങനെ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു, അവർ കൊടുക്കുന്ന ആ റിയാക്ഷനെയാണ് ഇമോഷൻ എന്ന് പറയുക. അത് ഓരോ സിറ്റുവേഷനിലും ഡിഫറെന്റ് ആയിരിക്കും. ഒരു വ്യക്തി തന്നെ ഒരു സിറ്റുവേഷനിൽ ബിഹേവ് ചെയ്യണ പോലെയല്ല മറ്റൊരു സിറ്റുവേഷനിൽ അവര് ബിഹേവ് ചെയ്യാം. അതേപോലെ തന്നെ ഒരു സിറ്റുവേഷനിൽ ഒരു വ്യക്തി ബിഹേവ് ചെയ്യണ പോലെയല്ല എന്താണ് മറ്റൊരു വ്യക്തി ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ അത് ഓരോ സിറ്റുവേഷനിലും മാറിക്കൊണ്ടിരിക്കും. ഇമോഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫീലിംഗ് ആണ്. ഒരു എക്സാമ്പിൾ എല്ലാവർക്കും അറിയാം, എന്നാലും ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാതെ മാത്രം. ഇപ്പോ വെൻ യു സ്കോർ ദ ഹയസ്റ്റ് മാർക്ക് ഇൻ എൻ എക്സാമിനേഷൻ യു ഫീൽ എലൈറ്റഡ് ആൻഡ് എക്സ്ട്രീംലി ഹാപ്പി. നമ്മള് നല്ലൊരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ എക്സാം എടുത്തപ്പോ അപ്പൊ നമുക്ക് എന്താ, നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് തോന്നുന്ന ആ ഒരു ഫീലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇമോഷൻ എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്. ബിൻസി, എന്താ അറിയില്ല മിസ്, ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് ഇങ്ങനെ ലെഫ്റ്റ് ആയി പോവുക. അപ്ഡേറ്റ് ചെയ്തിട്ടും അങ്ങനെ തന്നെ ആവുക. ഓക്കെ എടാ, ഞാനിപ്പോ കുഴപ്പമില്ല, കണ്ടിന്യൂ ചെയ്തോളാം. ഇപ്പൊ ഇമോഷൻ എന്ന് പറഞ്ഞ ഒരു സൈക്കോളജിക്കൽ സ്റ്റേറ്റ് ആണ് ദാറ്റ് അറൈസസ് സ്പോണ്ടേനിയസ്ലി റാദർ ദാൻ ത്രൂ കോൺഷ്യസ് എഫേർട്ട്. അതൊരു സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ ഒരു സിറ്റുവേഷനിൽ നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ടാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യുക അല്ലെ. അല്ലാതെ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഒരു എഫേർട്ട് എടുത്തിട്ട് ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന ആൾ ഇന്നത് പറയുമ്പോ ഇങ്ങനെ പറയാം എന്നുള്ള ഒരു എഫേർട്ട് എടുത്തിട്ട് നമ്മൾ പറയുന്നതല്ല. സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മുടെ മൈൻഡിൽ വരണതാണ്.
Emotion is a spontaneous mental reaction such as a joy, sorrow, hate, love. ഇതൊക്കെ എന്താണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇമോഷൻസ് ആണ്. അപ്പോൾ then emotions always involve mental activity and sometimes have a physical effect on the body. ശരിക്കും പറഞ്ഞ ഇമോഷൻ എന്ന് പറഞ്ഞ ഒരു മെന്റൽ ആക്ടിവിറ്റി ആണ്. പക്ഷെ ചില സമയത്തൊക്കെ ചില സിറ്റുവേഷനിലൊക്കെ എന്താണ് ഒരു ഫിസിക്കൽ എഫക്റ്റ് ഉണ്ടാവൂലേ, നമ്മുടെ ബോഡിയിൽ ഒരു ഫിസിക്കൽ എഫക്റ്റ് ഉണ്ടാവൂലേ. അപ്പൊ നല്ല ദേഷ്യമൊക്കെ വരുമ്പോ എന്താ ചിലവരെന്താണ് ഡോറ് പൊട്ടി അടയ്ക്കും, അല്ലെങ്കിൽ കയ്യിൽ കിട്ടിയതൊക്കെ എറിഞ്ഞു പൊട്ടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യും ചില ആൾക്കാർ. അപ്പൊ അതൊരു മെന്റൽ ആക്ടിവിറ്റി ആണെങ്കിലും എന്താണ് ഒരു ഫിസിക്കൽ എഫക്റ്റ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് നല്ല ഇഷ്ടം നല്ല സ്നേഹമൊക്കെ തോന്നുമ്പോ എന്താ നമ്മള് കയ്യിലൊന്ന് മുറുക്കി പിടിക്കുക, അല്ലെങ്കിൽ ഹഗ് ചെയ്യുക, കിസ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ ഒരു മെന്റൽ ആക്ടിവിറ്റി ആണെങ്കിലും നമുക്ക് ഫിസിക്കൽ ആയിട്ടുള്ള ഒരു എഫക്റ്റ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഇമോഷൻ എന്താന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ. അടുത്തത് എന്റെ ടോപ്പിക് affection ആണ്. According to Oxford Learners Dictionary, affection is defined as the feeling of liking or loving someone or something very much and caring about them. ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറിയുടെ അഭിപ്രായത്തിൽ അഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഫീലിംഗ് ഓഫ് ഒരു ലൈക്കിംഗ്, ലവ്, ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു വസ്തുവിനോടോ നമുക്ക് തോന്നുന്ന ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, അതിനെ കെയർ ചെയ്യുക, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അഫെക്ഷൻ എന്ന് പറയുന്നത്. ലെഫ്റ്റ് ആയതാണോ? ഓക്കെ, കണ്ടിന്യൂസ് ചെയ്തോടാ. ബിൻസി അപ്പോ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ എ ഫീലിംഗ് ഓഫ് ലവ്, ഫോണ്ട്നെസ് ഓർ അറ്റാച്ച്മെന്റ്. ലവ് എന്ന് പറഞ്ഞ സ്നേഹം, ഫോണ്ട്നെസ് എന്ന് പറഞ്ഞാലും വാത്സല്യം, ഊഷ്മളത, അറ്റാച്ച്മെന്റ് അടുപ്പം, ഇതൊക്കെ ചേർന്നിട്ടുള്ള ഒരു ഫീലിനെയാണ് അഫെക്ഷൻ എന്ന് പറയുന്നത്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രേസസ് നമ്മൾ പറയുമ്പോൾ ഷോ അഫെക്ഷൻ, ഫീൽ അഫെക്ഷൻ, ഡീപ്പ് അഫെക്ഷൻ, അങ്ങനെയൊക്കെയാണ് നമ്മൾ ആ അഫെക്ഷനെ സൂചിപ്പിക്കാൻ പറയുക, ഫ്രേസസ് യൂസ് ചെയ്യാം. അപ്പൊ ഒരു ഫീലിംഗ് ഓഫ് ലൈക്കിംഗ് ആൻഡ് കെയറിംഗ് ഫോർ സംവൺ ഓർ സംതിങ്ങിനെയാണ് അഫെക്ഷൻ എന്ന് പറയാം. എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നമുക്കറിയാം, നമുക്ക് നമ്മുടെ മക്കളോട് തോന്നുന്നതൊക്കെ ഒരു അഫെക്ഷൻ ആണ് അല്ലെ. അപ്പൊ ഷീ ഹാഡ് എ ഡീപ്പ് അഫെക്ഷൻ ഫോർ ഹെർ പാരന്റ്സ്. അവൾക്ക് എന്താണ് അവളുടെ പാരന്റ്സിനോട് ഒരു ഡീപ്പ് അഫെക്ഷൻ ഉണ്ട്. ഹി ഷോ ഗ്രേറ്റ് അഫെക്ഷൻ ഫോർ ഹിസ് ഗ്രാൻഡ് ചിൽഡ്രൻ. അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ചിൽഡ്രൻസിനോട് ഒരു അഫെക്ഷൻ ഉണ്ട്. അതൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾ പോലെ ജസ്റ്റ് പറയണത്. ദെൻ കോമൺ സിനോണിമം ഫോർ അഫെക്ഷൻ ഇൻക്ലൂഡ്, അതിൽ വരുന്ന ഓരോ പാർട്സ് ആയിട്ട് പറയുമ്പോൾ ഫോണ്ട്നെസ്, ലവ്, ടെൻഡർനെസ്, വാംത്ത്, അറ്റാച്ച്മെന്റ്, ലൈക്കിംഗ്, കെയർ, ഇതൊക്കെ ചേർന്നിട്ടാണ് അഫെക്ഷൻ. ഇനി എങ്ങനെയൊക്കെയാണ് അഫെക്ഷനേറ്റ് എന്ന് പറഞ്ഞ ഒരു ടേം ഉണ്ട്. അഫെക്ഷനേറ്റ് എന്ന് പറഞ്ഞാൽ ഈ വാത്സല്യമുള്ള വ്യക്തികൾക്ക് പറയുന്നതാണ് അഫെക്ഷനേറ്റ് എന്ന് പറയുന്നത്. അഫെക്ഷനേറ്റ്. അടുത്തത് അഫെക്ഷൻ എന്ന് പറഞ്ഞാല് നമുക്കത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ വാത്സല്യം കാണിക്കുക, നമ്മുടെ സ്നേഹം എങ്ങനെയൊക്കെയാണ് കാണിക്കാന്ന്. ലേൺ ദെയർ ലവ് ലാംഗ്വേജ്. എവരിവൺ ഹാസ് എ ഡിഫറെന്റ് വേ ഓഫ് ഫീലിംഗ് ലവ്ഡ്. അതായത് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കില്ല ഇഷ്ടം. അവരുടെ നമ്മൾ അഫെക്ഷൻ കാണിക്കുന്ന വ്യക്തിയുടെ ലവ് ലാംഗ്വേജ് എന്താന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന്. ചിലവർക്ക് എന്താണ് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണതായിരിക്കും ഇഷ്ടം. ചിലവർക്ക് അവരെ ഒന്ന് കേട്ടാൽ മതിയാവും, അവരെന്താ പറയണെന്ന് കേൾക്കുന്നതായിരിക്കും ഇഷ്ടം. ചിലവർക്ക് നല്ല ഗിഫ്റ്റുകൾ കൊടുക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ലവ് ലാംഗ്വേജ് ആണ് ഉണ്ടാവുക. അപ്പൊ അതാണ് ഫസ്റ്റത്തെ പോയിന്റ്. നെക്സ്റ്റ് മാം, ഷോ ലവ് ത്രൂ ഫിസിക്കൽ ടച്ച്. ഫിസിക്കൽ ടച്ച് വഴി നമ്മുടെ സ്നേഹം നമ്മൾ കാണിക്കുക, കയ്യിലൊന്ന് മുറുക്കി പിടിക്കുക, അല്ലെങ്കിൽ കിസ് ചെയ്യുക, ഹഗ് ചെയ്യുക, അങ്ങനെ ഫിസിക്കൽ ടച്ച് വഴി നമ്മുടെ ലവ് ഷോ ചെയ്യുക. പിന്നെ മേക്ക് അപ്രിസിയേഷൻ ഹാബിറ്റ്. അതായത് എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്യുമ്പോൾ എന്താണ് അത് നന്നായി, അത് നന്നായിരുന്നു, നീ അങ്ങനെ പറഞ്ഞത് നന്നായി, അല്ലെങ്കിൽ നീ അന്നത് ചെയ്തത് നന്നായി എന്ന് പറഞ്ഞിട്ട് അപ്രിഷിയേറ്റ് ചെയ്യാം. ദെൻ സ്പെൻഡ് ക്വാളിറ്റി ടൈം ടുഗദർ. ചിലവർക്ക് എന്താണ് ഏറ്റവും കൂടുതൽ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം. അവരുടെ കൂടെ പുറത്തു പോവുക, അല്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കുക, അങ്ങനെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തിട്ടും എന്താണ്
അതുവഴി നമുക്ക് നല്ലൊരു അഫെക്ഷൻ ഉണ്ടാക്കാം. ദെൻ സർപ്രൈസ് ദം വിത്ത് സ്മോൾ ജെസ്റ്റേഴ്സ്. ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ കൊടുത്തിട്ടോ ചെറിയ ചെറിയ കാര്യങ്ങൾ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്തിട്ടോ അവരെ സർപ്രൈസ് ചെയ്യിക്കുക. ദെൻ ലിസൺ ആക്റ്റീവ്ലി, അവരെ കേൾക്കുക, അവർക്ക് പറയാനുള്ളത് കേൾക്കുക. ദെൻ ഷോ യുവർ ഗ്രാറ്റിറ്റ്യൂഡ്. ദെൻ റീവിസിറ്റ് ഷെയർഡ് മെമ്മറീസ്. അവര് മുന്നേ അവർ ഷെയർ ചെയ്തിട്ടുള്ള മെമ്മറീസ് ഒക്കെ ഒന്നും കൂടി റീവിസിറ്റ് ചെയ്യാം. നമ്മളന്ന് ചെയ്ത യാത്രകളെ പറ്റിയിട്ടോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോയതിനെ പറ്റിയിട്ടോ അങ്ങനെ എന്തെങ്കിലും മുന്നേ ഉള്ള ഒരു ആക്ടിവിറ്റീസ് ഒക്കെ ഒന്നും കൂടി നമ്മളത് ഓർത്തെടുക്കുക. അതൊക്കെയാണ് നല്ലൊരു അഫെക്ഷൻ ഷോ ചെയ്യാനുള്ള വേസ് എന്ന് പറഞ്ഞ. ഒന്ന് അവരുടെ നല്ല ലവ് ലാംഗ്വേജ്, അവർക്ക് ഇഷ്ടമുള്ള കാര്യം എന്താന്ന് മനസ്സിലാക്കുക. പിന്നെ ഫിസിക്കൽ ടച്ച് വഴി അവരെ നല്ല ഇത് ചെയ്യുമ്പോൾ അവരെ അപ്രിഷിയേറ്റ് ചെയ്യുക, നല്ല ടൈം അവരുമായിട്ട് സ്പെൻഡ് ചെയ്യുക, പിന്നെ അവരെ സർപ്രൈസ് ചെയ്യിക്കുക, അവരെ കറക്റ്റ് ആയിട്ട് കേട്ടിരിക്കുക, അങ്ങനെയൊക്കെ. പിന്നെ അടുത്തത് അഫെക്ഷന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്. നല്ലൊരു അഫെക്ഷൻ ഉണ്ടെങ്കിൽ എന്താണ്, നമുക്ക് സ്ട്രെസ് റിലീസ് ചെയ്യാൻ സാധിക്കൂലേ, നമ്മുടെ പ്രഷർ ഇതൊക്കെ കുറയ്ക്കാനൊക്കെ സാധിക്കും. പിന്നെ നമ്മളുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ ആൻസൈറ്റി, ഡിപ്രഷൻ അങ്ങനത്തെ സിറ്റുവേഷനിലേക്കൊന്നും നമ്മൾ പോവില്ല. നമ്മൾക്ക് പറയാനുള്ളത് കേൾക്കാനും നമ്മളോട് സ്നേഹം പ്രകടിപ്പിക്കാനും ഒക്കെ ആൾക്കാരുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കും. അപ്പൊ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. അങ്ങനെ ഇമ്മ്യൂണിറ്റി പവർ കൂടും. മൊത്തത്തിൽ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റ് തന്നെ ഉണ്ടാക്കാനായിട്ട് നല്ലൊരു അഫെക്ഷൻ ഉണ്ടെങ്കിൽ സാധിക്കും. അപ്പൊ അതിന്റെ ഡീമെറിറ്റ് എന്താണ്, നല്ല രീതിയിൽ ഒരു അഫെക്ഷൻ ഇല്ലെങ്കിൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. ഡിപ്രഷൻ പോലത്തെ അങ്ങനത്തെ മെന്റലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ശാരീരികമായിട്ട് പ്രഷർ കൂടുക, അങ്ങനത്തെ ഓരോ അസുഖങ്ങളൊക്കെയും വരും. അപ്പൊ എപ്പോഴും ഒരാൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോവാന് നല്ലൊരു അഫെക്ഷൻ ഉണ്ടാവണം. അവരെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ ലവ് അഫെക്ഷൻ നമുക്ക് കേൾക്കുമ്പോൾ ഒരേപോലെ തോന്നെങ്കിലും അത് ഡിഫറെന്റ് ആണ്. ലവ് എന്ന് പറഞ്ഞ ഒരു ബ്രോഡ് ആയിട്ടുള്ള ഒരു പാട്ടാണ്, വലിയൊരു സംഭവമാണ്. അതിന്റെ ഒരു ചെറിയ പാട്ട് മാത്രമാണ് അഫെക്ഷൻ എന്ന് പറഞ്ഞ. അതൊരു ചെറിയൊരു പാട്ട് മാത്രമാണ് അഫെക്ഷൻ എന്ന് പറഞ്ഞ. ലവ് ആവുമ്പോൾ നമ്മൾ ബോത്ത് പോസിറ്റീവും നെഗറ്റീവും കണ്ടിട്ട് അതൊക്കെ ഉൾക്കൊണ്ടിട്ടാണ് നമ്മൾ ഒരാളെ ലവ് ചെയ്യുക. പക്ഷെ അഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അധികം ആ പോസിറ്റീവ് പാർട്ട് മാത്രമേ കാണുള്ളൂ. ആ പോസിറ്റീവ് പാർട്ടില് അട്രാക്ഷൻ തോന്നിയിട്ടൊക്കെയാണ് നമുക്ക് അഫെക്ഷൻ ഉണ്ടാവുന്നത്. അപ്പൊ പിന്നെ അധികം ലവ് എന്ന് പറഞ്ഞാൽ നല്ല പെർമനന്റ് ആയിരിക്കും. അഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ടെമ്പററി ആയിരിക്കും, അത് പെർമനന്റ് ആവണമെന്ന് ഇല്ല. ഒരു വൈറ്റൽ പാർട്ട് ഓഫ് അഫെക്ഷൻ ഈസ് എ വൈറ്റൽ പാർട്ട് ഓഫ് എ ട്രൂ ലവ്. ഒരു ട്രൂ ലവിന്റെ ഒരു വൈറ്റൽ പാർട്ട് മാത്രമാണ് അഫെക്ഷൻ എന്ന് പറഞ്ഞാൽ. ഒരു ട്രൂ ലവ് ആവുമ്പോൾ അതിൽ ഡീപ്പ് കമ്മിറ്റ്മെന്റും ലോയലിറ്റി, മ്യൂച്വൽ സപ്പോർട്ടും അക്സെപ്റ്റൻസും ഒക്കെ വേണം. പിന്നെ അടുത്തത് ഒരു 5 സൈൻസ് ഓഫ് അഫെക്ഷൻ ആണ്. അഫെക്ഷൻ കാണിക്കുന്ന ഒരു 5 സൈൻസ് ആണ്. സൈൻസ് SIGNS സൈൻ. വേർഡ്സ് ഓഫ് അഫർമേഷൻ, നല്ല കോംപ്ലിമെന്റ്സ് ഒക്കെ കൊടുക്കുക. ദെൻ ക്വാളിറ്റി ടൈം, നല്ല ക്വാളിറ്റി ടൈം അവരുമായിട്ട് സ്പെൻഡ് ചെയ്യുക. ദെൻ ഫിസിക്കൽ ടച്ച് വഴി. ദെൻ ആക്ട്സ് ഓഫ് സർവീസ്. ലാസ്റ്റ് വൺ റിസീവിങ് ഗിഫ്റ്റ് കൊടുക്കുകയും ചെയ്യുക, റിസീവ് ചെയ്യുകയും ചെയ്യുക. നല്ല വേർഡ്സ് ഒക്കെ പറഞ്ഞിട്ട് അവരെ കോംപ്ലിമെന്റ് ചെയ്യുക. ക്വാളിറ്റി ടൈം അവരുമായിട്ട് സ്പെൻഡ് ചെയ്യുക. ഫിസിക്കൽ ടച്ച് വഴി നമുക്ക് അഫെക്ഷൻ കാണിക്കാം. ആക്ട്സ് ഓഫ് സർവീസ്, ദെൻ റിസീവിങ് ഗിഫ്റ്റ്. പിന്നെ നമുക്ക് കൺക്ലൂഡ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഒരു ഇമോഷൻ എന്ന് പറഞ്ഞാൽ ഒരു മേജർ റോളാണ് നമ്മുടെ ലൈഫിലുള്ളത്. ഓരോ വ്യക്തികളുടെയും ലൈഫിൽ ഒരു മേജർ റോൾ ഉണ്ട്. ആ ഓരോ സിറ്റുവേഷനിലും നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ വ്യക്തി എന്താണ്, ത്രൂ ഔട്ട് അവരുടെ ലൈഫിൽ ആ ഒരു വാറിലെ ലൈഫ് എന്നുള്ള വാറ് വിജയിച്ചു എന്ന് പറയാൻ പറ്റും. പിന്നെ നമ്മൾ എപ്പോഴും എന്താണ്, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ നോക്കരുത്. മീൻസ് നമുക്ക് ചിരിക്കാൻ തോന്നിയാൽ ചിരിക്കണം, കരയാൻ തോന്നിയാൽ കരയണം. നമ്മുടെ സന്തോഷവും സങ്കടവും ദേഷ്യവും ഒക്കെ നമ്മൾ പ്രകടിപ്പിക്കുക തന്നെ വേണം. അതൊരു മോഡറേറ്റ് ലെവലിൽ നമ്മൾ ചെയ്യണം. അല്ലാതെ നമ്മളത് ഫുള്ള് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് എന്താ, അങ്ങനെ ആ ഇമോഷൻസിൽ നിന്നും കിട്ടുന്ന എനർജി വേസ്റ്റ് ആവുകയും നമ്മുടെ ബ്രെയിനിന്റെ ഫങ്ഷൻ തന്നെ ലോവർ ആവുകയും ചെയ്യും. അപ്പൊ എല്ലാവരും
നല്ല രീതിയിൽ അവരുടെ ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുക, അവരുടെ ഒരുവിധ ഇമോഷനൊക്കെ ഓപ്പൺ ആക്കിയിട്ട് നല്ല രീതിയിൽ അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക. പിന്നെ കുട്ടികളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഒരു കുട്ടിക്ക് അവരുടെ പേരൻസിൽ നിന്നും നല്ലൊരു അഫെക്ഷൻ വേണം, അതുപോലെ ഫ്രണ്ട്സിൽ നിന്നും ടീച്ചറിൽ നിന്നും ഒക്കെ നല്ലൊരു അഫെക്ഷൻ കിട്ടിയാൽ മാത്രമേ എന്താണ് അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു കിഡ് സിവിലൈസ്ഡ് ആയിട്ട് മാറുള്ളൂ. അവർക്ക് നല്ല സെൽഫ് എസ്റ്റീം ഉണ്ടാക്കാനും നല്ല മെന്റൽ സപ്പോർട്ടും ഫിസിക്കൽ സപ്പോർട്ടും ഒക്കെ ആയിട്ട് നമ്മുടെ മക്കൾ നല്ല മിടുക്കന്മാരും മിടുക്കികളും ആവണമെങ്കിൽ അവർക്ക് നമ്മളിൽ നിന്ന് നല്ലൊരു അഫെക്ഷൻ ഉണ്ടാവണം. താങ്ക് യു മിസ്. നന്നായിരുന്നു കേട്ടോ ബിൻസി. താങ്ക് യു. പേരും അഫെക്ഷനെ കുറിച്ച് ഡീൽ ചെയ്ത് രണ്ടുപേരും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മിസ്സേ പിങ്ക് കളർ കാണിച്ചു. പ്രസന്റ് ചെയ്തു. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. സൂക്ഷിച്ചു വെച്ചേക്കട്ടാ. വൈബ് കഴിയുന്നവരെയും ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കാം. ഓക്കെ, മിസ് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, എന്നായിരിക്കും വരാ? അത് ഫൈനൽ എക്സാമിന് 1 month ബിഫോർ ആയിരിക്കും. അതെ, അപ്പൊ ഓഗസ്റ്റ് ജൂലൈ ആ സമയത്തായിരിക്കോ? നമ്മള് അഫെക്ഷൻ കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഹ്യൂമർ ആണ്. ആരാണ് ടോപ്പിക് ഡീൽ ചെയ്യുന്നത്? മഞ്ജുരാജല്ല, മഞ്ജു രാഗേഷ് ആണോ? ഇവിടെ ഓക്കെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്ന് ടോപ്പിക് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ളവരോട് എല്ലാവരോടും റെഡി ആയിട്ട് വരാൻ പറയും. ഹ്യൂമർ, ഫിയർ, ആങ്കർ, മാം ഞാൻ റെഡി ആയിട്ടുണ്ട് ഹ്യൂമർ ചെയ്യാം, പക്ഷെ ടൈം തീരെ ഇല്ല. ഇനി ഒരു 5-6 മിനിറ്റ് ഉള്ളൂ, അതിന് കഴിയില്ല. അപ്പൊ അടുത്ത ക്ലാസ്സിലെടുത്താ പോരെ? അത് മതി. എനിക്ക് ഇപ്പൊ 2 പേര് പ്രസന്റ് ചെയ്തപ്പോ ആ ഒരു ബ്രേക്ക്, ഇപ്പൊ പിച്ചിന്റെ കേസിലാണെങ്കിൽ ബ്രേക്ക് വന്നെങ്കിലും നമുക്കത് അഫക്റ്റ് ആയില്ല. പക്ഷെ ഇന്നിപ്പോ കുറച്ച് പറഞ്ഞിട്ട് പിന്നെ പറയുമ്പോ എല്ലാവരും മറന്നു പോയിട്ടുണ്ടാവും ഹ്യൂമറിനെ കുറിച്ച്. സെയിം ടോപ്പിക് നമുക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ മതിയിടാം. ബാക്കി എല്ലാവരോടും പ്രിപ്പയർഡ് ആയിട്ട് വരാൻ പറയണം കേട്ടോ. നല്ല രസമുണ്ട്, കാരണം ഇമോഷൻസ് ഇങ്ങനെ കേട്ടിരിക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സാധാരണ ചില കുട്ടികൾ ജസ്റ്റ് സെമിനാർ പോലെ ആയിരിക്കും ഡീൽ ചെയ്യുന്നത്, പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല ഡീൽ ചെയ്യുന്ന ടോപ്പിക്കിന്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാ. ഓക്കെ, അപ്പോ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ. സൈൻ ഔട്ട് ആരാ പറയുന്നേ? Sign out, ma'am. Thank you, ma'am. Yes, ma'am. Thank you, ma'am. ഇതുപോലെ ഒരു ക്ലാസ് ഞങ്ങളിലേക്ക് എത്തിച്ചതിന്. സോ സെയിം ടോപ്പിക് ആണ് എങ്കിലും 2 സ്റ്റുഡൻസ് 2 പേരും ഡിഫറെന്റ് സ്റ്റൈലിൽ പ്രസന്റ് ചെയ്തു. സോ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സോ താങ്ക് യു സോ മച്ച്, മാം. താങ്ക് യു. നന്നായിട്ട് എടുത്തിട്ട് പ്രസീത ബിൻസി, നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ, 2 പേരുടെ സ്റ്റൈൽ എന്റർലി ഡിഫറെന്റ് ആണെങ്കിൽ നല്ല രീതിയിൽ 2 പേരും പ്രസന്റ് ചെയ്തു കേട്ടോ. താങ്ക് യു ഓൾ. താങ്ക് യു, മാം. താങ്ക് യു.